അക്ഷരങ്ങളുടെ ലോകത്ത് ആത്മാർത്ഥതയുടെ പ്രതീകമായി വിജ്ഞാനം തലമുറകളിലേക്ക് പകർന്നു നൽകുകയാണ് കൊല്ലം ജില്ലയിൽ അമ്പലംകുന്നിൽ മുത്താരംകുന്ന് വായനശാല. 3 പതിറ്റാണ്ടിലേറെയായി ഈ നാടിന്റെ സാംസ്കാരികവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ മുത്താരംകുന്ന് വായനശാല ജനകീയ കൂട്ടായ്മയുടെ ചിറകിലേറി പുതിയ രൂപത്തിലും ഭാവത്തിലും ജനങ്ങൾക്കായി വീണ്ടും തുറക്കപ്പെടുകയാണ്. അറിവിന്റെ വഴികളിൽ എന്നും ഉജ്ജ്വല ദീപമായി പ്രകാശിച്ച് നാടിന്റെ സാംസ്കാരികവും കലാപരവുമായ ഉയർച്ചയ്ക്ക് മാത്രമല്ല സാമ്പത്തിക പുരോഗതിക്കും കാരണമായി മുത്താരംകുന്ന് വായനശാല മാറുന്നു എന്നുള്ളത് ഏറെ അഭിമാനം തന്നെയാണ്. നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായി മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനും പ്രശസ്ത ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ മുഖ്യാതിഥിയായി എത്തി. മുത്താരംകുന്ന് വായനശാലയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം പ്രേംകുമാർ നിർവഹിച്ചു. വായനയും കലയും സമൂഹത്തിന്റെ ഉന്നമനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പറഞ്ഞതുപോലെ ഇതൊരു അഭിമാനകരമായ നിമിഷമാണെന്ന് ഞാൻ പറഞ്ഞത് അതൊട്ടും ആലങ്കാരികമായിട്ട് അതിശയോക്തിയായിട്ട് പറഞ്ഞതല്ല. തികച്ചും അഭിമാനകരമാണ്. പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് ഇങ്ങനെ ഒരു സാംസ്കാരിക കൂട്ടായ്മ അതും ഒരു ഗ്രന്ഥശാലയുടെ പേരിൽ ഒക്കെ കാണുക അത് വളരെ അപൂർവമായ ഒരു അനുഭവമാണ്. ഞാനൊരു ചക്രവർത്തിയായിരുന്നില്ലെങ്കിൽ ഞാനൊരു ലൈബ്രറിയനാകുമായിരുന്നു എന്ന് പറഞ്ഞ നെപ്പോളിയൻ ചക്രവർത്തിയുടെ വാക്കുകൾ ഞാൻ ഓർത്തു. ഒരു പുരുഷായുസ് മുഴുവൻ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രന്ഥശാലകൾ പണിതുയർത്താൻ അക്ഷരത്തിന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് ഇങ്ങനെ ഓടി നടന്ന അവധൂതനെ പോലെ ഒരു മനുഷ്യനുണ്ട്. നമ്മൾ ജൂൺ 19 ആചരിക്കുന്ന വായനാ ദിനം ആചരിക്കുന്ന മഹാനായ PN പണിക്കർ സാർ എന്ന മഹാമനുഷ്യനെ ഞാൻ ആ വേദിയിൽ നിന്നുകൊണ്ട് ഓർത്തു. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ പ്രിയപ്പെട്ട സുരേഷ് അതിമനോഹരമായി വരച്ചിട്ടുണ്ട്. കേരളത്തിന് വെളിച്ചം വീശി എങ്ങനെ എത്ര മഹാമനുഷ്യർ അവരെയൊക്കെ ഞാൻ ആ വേദിയിൽ ഇങ്ങനെ ഓർത്തു. ഇതൊക്കെ വായനയിൽ നിന്ന് വായന അക്ഷരങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ വെളിച്ചത്തിലൂടെ ലോകത്തിന് വെളിച്ചമായി മാറി എത്രയോ പേർ. ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. വായനശാലയുടെ പ്രസിദ്ധീകരണമായ മുത്താരം മാസികയുടെ പ്രകാശനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VN മുരളി നിർവഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കായുള്ളവർക്കുള്ള സമ്മാനദാനം കൊട്ടാരക്കര താലൂക്ക് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം രാജൻ ബോധി നിർവഹിച്ചു. വാർഡ് മെമ്പർ അബീഷ് കൃഷ്ണൻ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ഗ്രന്ഥശാല സെക്രട്ടറി സജിത് GR സ്വാഗതം ആശംസിച്ചു. ബാലവേദി സെക്രട്ടറി ജീവരാജ്, യുവജനവേദി ജോയിന്റ് സെക്രട്ടറി കീർത്തന, വനിതാവേദി സെക്രട്ടറി ബിജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. വായനശാലയുടെ ചുവരുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ സുരേഷ് ഉപാസനയെ ചടങ്ങിൽ ആദരിച്ചു. ഭരണസമിതി അംഗം ഡോക്ടർ ആതിര VS നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.